Good afternoon, all. Good afternoon, Miss. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി എല്ലാവരും നോക്കിയോ? ക്ലിയർ ആണോ? എല്ലാം സ്ക്രിപ്റ്റിലൊക്കെ ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മുതലല്ലേ മിസ്സിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് okay, നോക്കിയേ. Quality indicators. Quality indicators are otherwise called key performance indicators. Quality indicators എന്ന് പറയുന്ന മറ്റൊരു പേരാണ് അല്ലെ? അതർവൈസ് വേറൊരു രീതിയിൽ എന്ത് പറയാം? Key performance indicators എന്ന് പറയാം അല്ലെ? Quality refers to the degree of adherence to pre-established criteria or standards. നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു മുൻകൂട്ടി നമ്മൾ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കൂട്ടം, ഒരു സെറ്റ് ഓഫ് അല്ലെ ഡിഗ്രി ഓഫ് ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളെയോ അതല്ലെങ്കിൽ നിലവാരത്തെയോ സ്റ്റാൻഡേർഡ്സിനെയാണോ നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. മിസ് വേറെ രീതിയിൽ പറഞ്ഞുതരാം. നമ്മൊരു ഡ്രസ്സ് എടുക്കുകയാണ് അല്ലെ, ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും അതിന് ക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മൾ മുൻകൂട്ടി ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും അല്ലെ, നമുക്ക് മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ലേ? മെറ്റീരിയലിനെ കുറിച്ച് അല്ലെ, കളറിനെ കുറിച്ച്, സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അല്ലെ, എത്ര നാള് നിലനിൽക്കണം അല്ലെ, ആണോ? ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ആണോ? ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഡിസൈൻ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഒരു കൂട്ടം മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, നിലവാരത്തെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഡ്രസ്സ് എടുക്കുമ്പോ അതിന്റെ സ്റ്റിച്ചിങ് പോരാ, സ്റ്റിച്ചിങ് എവിടെയെങ്കിലും ഒരിത്തിരി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയലോ ഇത് ചീപ്പാണ്, ക്വാളിറ്റി ഇല്ല അല്ലെ, പറയാറുണ്ടോ? അതെങ്കിൽ അതിന്റെ മെറ്റീരിയലോ നല്ല മെറ്റീരിയലാ, നല്ല ക്ലോത്ത് അല്ലെങ്കിൽ പറയാറില്ല നമ്മ ഇതിനൊട്ടും ക്വാളിറ്റി ഇല്ല, പൈസ വെറുതെ പോയില്ലേ, വെറുതെ ആയിപ്പോ ഇത് മേടിച്ചത്, പറയാറുണ്ടോ? അപ്പൊ എന്താ, നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങളെയോ അതല്ലെങ്കിൽ നിലവാരത്തെയോ ആണ് എന്ത് പറയുന്നത്? ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, സൂചകങ്ങൾ. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ. സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? A statistical measure of the performance of function, system or process over a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിൽ, അതായത് 6 months ആവാം, 1 year ആവാം, 1 month ആവാം, അങ്ങനെ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രക്രിയ, പ്രോസസ്സിനെയോ എന്താണ് നമ്മ അതിന്റെ പെർഫോമൻസ്, പ്രകടനത്തെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കലി ആയി മെഷർ ചെയ്യുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ടൈം പീരീഡിൽ അല്ലെ, ഇപ്പൊ നമ്മൾ ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ്, അതെങ്ങനെയാണത്? ഇപ്പൊ എന്താണ്? പോപ്പുലേഷന്റെ ബാർ ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പോപ്പുലേഷന്റെ ബാർ ഗ്രാഫ് ആണെങ്കിൽ 2010 ഇത്ര പോപ്പുലേഷൻ അല്ലേ, 2011 ആയപ്പോ എന്താണ് പോപ്പുലേഷൻ ഇത്ര ഇൻക്രീസ് ചെയ്ത്, അങ്ങനെയല്ലേ കാണിക്കുന്നത്? അതെന്താ? ഒരു ടൈം പീരീഡിനുള്ളിലുള്ള ഒരു ഇയർ അനുസരിച്ചാണ് അല്ലെ. നിങ്ങൾക്ക് അത് പല രീതിയിൽ പറയാം അല്ലെ. 6 month ബേസ് ചെയ്ത് പറയാലോ,
6 month ബേസ് ചെയ്ത് പറയാം അല്ലെ, അല്ലെങ്കിൽ ഒരു മാസം ബേസ് ചെയ്ത് പല പ്രവർത്തനങ്ങളും പറയാലോ. അപ്പൊ എന്താണ്, ഒരു ടൈം പീരീഡിലുള്ള ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ പെർഫോമൻസ് പ്രകടനത്തിനെ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി ആയി മെഷർ ചെയ്യുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്? ഓക്കെ ആയോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ. ഓക്കെ, എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റു പേരാണ് എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ, മാനദണ്ഡം അതല്ലെങ്കിൽ നിലവാരം, സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു ടൈം പീരീഡിൽ, ഇപ്പൊ അത് 1 വർഷമാകാം, 6 മാസം ആവാം, 1 മാസം ആവാം അല്ലെ, ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, പ്രക്രിയയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് quality indicators for KPD. ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്താണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ എന്താണ് കീ പെർഫോമൻസ് ഡ്രൈവ്, സോറി KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവ്. KPD-യുടെ കീ പെർഫോമൻസ് ഡ്രൈവിലെ വിവിധ ആശുപത്രി വകുപ്പുകളിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, IPD ഉണ്ട്, OPD ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, ICU ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ഇല്ലേ, പല ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ ഉണ്ടോ? അപ്പൊ ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിലെ KPD-യുടെ കീ പെർഫോമൻസ് ഡ്രൈവിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. KPD എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് വെച്ചാല് ഒരു നല്ല പെർഫോമൻസ്, ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ എടുക്കുന്ന എഫേർട്ട് നെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ലെ, എമർജൻസി ആയിട്ട് മെഡിസിൻ എന്താണ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റി വിടണം അല്ലെ. പിന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് അവർക്ക് ട്രയേജ് കൊടുക്കണം അല്ലെ, ട്രയേജ് കൊടുക്കണം. പിന്നെ എന്താ റെസൂസിറ്റേഷൻ അല്ലെ, റെസൂസിറ്റേഷൻസ്, ഫസ്റ്റ് എയ്ഡുകൾ അല്ലെ. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഹോസ്പിറ്റലില്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. പിന്നെ എന്താണ്, ചിലപ്പോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ, അപ്പൊ അവർ അതിനനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം. എന്താണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ എന്താണ് സേവനം ആവശ്യമായിട്ട് വരും അല്ലെ, സർവീസ്. അപ്പൊ അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളുമാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം എടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്ന ആ എഫേർട്ട് ആയിരിക്കും ICUവിൽ എടുക്കുന്ന, ICUവിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ എടുക്കുന്നത് അതേപോലെയുള്ള ഒരു എഫേർട്ട് ആയിരിക്കും അല്ല അല്ലെ. അതേപോലെയുള്ളതായിരിക്കും നമുക്ക് ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ സ്റ്റാഫുകൾ എടുക്കുന്നത് അല്ല അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകളിലെയും പ്രവർത്തനം എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ അവർ അതിനനുസരിച്ചായിരിക്കും ആ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ട എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ അതിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? നെക്സ്റ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തെല്ലാമാണ്?
അത് നോക്കുന്നത് ആരാ? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 മാൻഡേറ്റഡ് ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പറയുന്നത്. ഇപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ സെക്ഷൻ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലാബ്. അപ്പൊ ഇതിലെല്ലാം ഇങ്ങനെ തരംതിരിച്ചിട്ട് തന്നേക്കുന്നതാണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. അപ്പൊ ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ് അല്ലെ? എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ IPDയില് പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന സമയം. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഇനി എന്താണ് അവരെ വെയിറ്റ് നോക്കാനായിട്ട് അല്ലെ, BP നോക്കാനായിട്ട്, ടെമ്പറേച്ചർ നോക്കാം അല്ലെ, വൈറ്റൽ സയൻസുകൾ നോക്കാനായിട്ട്, കൂടാതെ എന്താണ് മുമ്പ് അല്ലെ ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണാണോ അല്ലെ, അങ്ങനെ ഒരു വിലയിരുത്തൽ നടക്കുമല്ലോ പേഷ്യൻസിന്. അപ്പൊ അങ്ങനെയുള്ള പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം ചെലവാക്കിയിട്ടുണ്ട്? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ്. നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയ ആ കെയർ, നഴ്സിംഗ് കെയറിനെ കുറിച്ച്, ഡോക്ടേഴ്സിന്റെ കെയറിനെ കുറിച്ചൊക്കെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ ഇത് എഴുതാറുണ്ടോ, രേഖപ്പെടുത്താറുണ്ടോ? എന്തൊക്കെ അപ്പൊ അങ്ങനെ നഴ്സിംഗ് കെയർ പ്ലാന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം, എത്ര ഇൻപേഷ്യന്റ് കേസുകളിൽ നഴ്സിംഗ് കെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ക്ലിയർ ആയത്? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലില് നമുക്ക് കിട്ടുന്ന നഴ്സിംഗ് കെയർ ഇല്ലേ, ഇപ്പൊ നമ്മള് വന്ന് BP സർവീസ് എങ്ങനെ നോക്കാം അല്ലെ? ഓക്കെ, നഴ്സിംഗ് കെയർ നമുക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ തരുന്നതാവാം, മരുന്ന് തരുന്നതാവാം. അതിന് നഴ്സിംഗ് കെയർ ചാർജ് എന്നും പറഞ്ഞാൽ ലാസ്റ്റ് ഡിസ്ചാർജിന്റെ സമയത്ത് നമ്മുടെ എടുക്കാറുണ്ടോ ഒരു പേയ്മെന്റ് ഇല്ലേ? അതെന്താ, അത് കറക്റ്റ് ആയിട്ട് അവര് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെ? അപ്പൊ എത്ര കേസുകളിൽ ഇങ്ങനെ നഴ്സിംഗ് കെയർ പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ അല്ലെ? എത്ര എന്താണ് മെഡിക്കേഷൻ എറർ? എന്താണ് മരുന്നുകൾ മാറി കൊടുത്തതാകാം അല്ലെ, അബ്രിവിയേഷൻസ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽസ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഡോസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടോ, മെഡിസിനുകളിലെ തെറ്റുകൾ, മരുന്നുകൾ കൊടുക്കുന്നതിലെ തെറ്റുകൾ എത്ര കേസുകളിൽ, എത്ര സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? നെക്സ്റ്റ്, നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്. എത്ര സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയേ. ഗ്യാതേർഡ് ആൻഡ് എക്സാം report sentinel events reported, gathered and examined within the defined time frame. ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എത്ര സെന്റിനൽ ഇവന്റ്സുകൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് എത്ര ഇവര് ശേഖരിച്ചിട്ടുണ്ട് അല്ലെ, ഗ്യാദർ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, അത് എന്ത് രീതിയിലാണ് ഇവർ വിലയിരുത്തുന്നത്, എക്സാമിൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. Sentinel events എന്ന് പറഞ്ഞാൽ എന്താ? A sentinel events is defined as any anticipated event in a healthcare setting that result in death or serious physical or psychological injury to a patient. ഒരു പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാത്തുള്ള ഒരു സംഭവം നടക്കുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ പേഷ്യൻസിന്റെ മരണം സംഭവിക്കാം, അതല്ലെങ്കിൽ എന്താണ് ആ പേഷ്യൻസിന് ഫിസിക്കലി അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിക്കലി ആയിട്ട് എന്തെങ്കിലും പരിക്കുകൾ സംഭവിക്കാം. അങ്ങനെയുള്ള കേസുകളെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ സെന്റിനൽ ഇവന്റ്സിന്? സർജറി മാറിപ്പോവാ അല്ലെ, റോങ് സൈറ്റില് റോങ് സർജറി ഒക്കെ ചെയ്യുമ്പോ ഫിസിക്കലി അല്ലെങ്കിൽ അവരെന്താണ് സൈക്കോളജിക്കലി അവരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? പിന്നെ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, വേറെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മരുന്നുകൾ മാറിപ്പോകുന്നത് അല്ലെ, മെഡിക്കേഷൻസ് എറർ.
പിന്നെ അനസ്തേഷ്യയിൽ എന്തെങ്കിലും തെറ്റുകൾ അല്ലെ, പിശകുകൾ സംഭവിക്കുന്നത്, ഡോസ് ഒക്കെ കൂടി പോകുന്നത് അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സെന്റിനൽ ഇവന്റ്സ്, ലാബ് റിപ്പോർട്ട്സുകളിൽ തെറ്റ് സംഭവിക്കുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ക്ലിയർ ആയോ? നോട്ട് കണക്റ്റഡ് വിത്തിൻ ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദി പേഷ്യന്റ് ഇൽനെസ്. പേഷ്യന്റിന്റെ എന്താണ് നാച്ചുറൽ കോഴ്സിന്റെ, അവർക്ക് ഇപ്പൊ എന്താണ് എന്തെങ്കിലും അസുഖമായി ബന്ധപ്പെട്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ അവരെ കൊണ്ടുവരല്ലോ എന്താണ് ക്യാൻസർ ആയിട്ടോ അതല്ലെങ്കിൽ എന്താണ് ഹാർട്ട് അറ്റാക്കുമായിട്ട് എന്തെങ്കിലും സ്വാഭാവികമായി അവർക്കുള്ള അസുഖത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പറയാൻ പറ്റുമോ സെന്റിനൽ ഇവന്റ്സ് ആണെന്ന്? ഇപ്പൊ ക്യാൻസർ വന്ന ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവർ മരണപ്പെട്ടു എന്നൊക്കെ പറയാൻ പറ്റുമോ സെന്റിനൽ ഇവന്റ്സ് ആണ്? പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് വന്നിരിക്കുന്ന സ്വാഭാവിക അസുഖത്തിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ സെന്റിനൽ ഇവന്റ്സുമായി കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ക്ലിയർ ആയത്? ഓക്കെ, നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയർ മിസ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോ ഹാപ്പൻ. സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ അല്ലെ. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇനി പറയണോ അത്? തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നിയർ മിസ്സുകളുടെ പെർസെന്റേജ് എത്രയുണ്ട്? നെക്സ്റ്റ്, proper handovers during shift change applicable to doctors and nurses per patients per shift. ഇപ്പൊ എന്താണ് ഡോക്ടറും ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിയുമ്പോൾ പേഷ്യൻസിന് കൊടുക്കും അല്ലെ, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. അവരുടെ എല്ലാ ഇൻഫോർമേഷൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ് അവരെ കൈമാറ്റം ചെയ്യും അല്ലെ. ഇന്ന പേഷ്യൻസിന് ഇന്ന മെഡിസിനുകളാണ് കൊടുക്കുന്നത് അല്ലെ, ഇന്ന ഇഞ്ചക്ഷൻ കൊടുക്കണം അല്ലെ, ഇപ്പൊ ലാസ്റ്റ് ഇന്ന മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻ ആ പേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഓവേഴ്സ് നടക്കാത്തത്, പ്രോപ്പർ ആയ രീതിയിൽ പേഷ്യൻസിനെ എന്താണ് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും കൈമാറ്റം ചെയ്യാത്തത്. ക്ലിയർ ആയോ? ചിലപ്പോ ഈ ഷിഫ്റ്റും മാറേണ്ട തിരക്കിന്റെ ഇടയിൽ ചിലപ്പോ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ചിലപ്പോ എന്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. തിരക്ക് പിടിച്ച ഒരു മറന്നൊക്കെ പോവാറുണ്ടോ? അല്ലേ, ഡേ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞല്ലേ. അപ്പൊ എന്താണ് അവര് പെട്ടെന്ന് തിരക്ക് പിടിച്ച് എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഇൻഫർമേഷൻ പറയുന്നതിനെക്കാട്ടും മുമ്പ് ചിലപ്പോ അവരവിടെ നിന്ന് പോകും അല്ലെ. അപ്പൊ എന്ത് പറ്റാം? പേഷ്യൻസിന് തുടർന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്ക് തെറ്റുകൾ സംഭവിക്കാലോ, സംഭവിക്കാലോ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഓവേഴ്സ് നടക്കാത്തത്. നെക്സ്റ്റ്, ഇൻസിഡന്റ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് അല്ലെ. പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ നമുക്കറിയാം ഒരേ പേരിൽ തന്നെ ചിലപ്പോൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വാർഡുകളിൽ അല്ലെ. അപ്പൊ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവോ, 2 or 3 പേഷ്യൻസ് ഉണ്ടാവും അല്ലെ ഒരു പേരിൽ തന്നെ. അപ്പൊ എന്ത് പറ്റും? ചിലപ്പോ എന്താണ് തെറ്റുകൾ സംഭവിക്കാം അല്ലെ, മിസ്റ്റേക്കുകൾ സംഭവിക്കാലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടോ? ഇൻസിഡന്റുകൾ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ടോ? ചിലപ്പോ എന്താണ് മരുന്നുകൾ കൊടുക്കുന്നത് മാറിപ്പോവല. അപ്പൊ ചെയ്യും നഴ്സുമാരെന്താ ചെയ്യുന്നേ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ മരുന്ന് തരുന്നതിനെക്കാട്ടി മുമ്പ് അവരുടെ ചോദിക്കൂലെ, പേര്, ഏജ്, പിന്നെ സ്ഥലം ചോദിക്കും അല്ലെ. ചോദിക്കോ? എന്താണ് ആള് മാറി ഡീറ്റെയിൽസ് ചോദിക്കും അല്ലെ, കൺഫേം ചെയ്യാനായിട്ട് ആ പേഷ്യന്റ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് സംഭവിക്കുക, പേഷ്യൻസിനെ തിരിച്ചറിയുന്നതില് തെറ്റുകൾ സംഭവിക്കുക.
Next, adherence to hand hygiene practice. എന്താണ് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസിൽ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുക ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെ മിസ് പറഞ്ഞതാണ്. ഇനി പറയണോ ഡീറ്റെയിൽ ആയിട്ട്? ഉണ്ടല്ലോ. നെക്സ്റ്റ്, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് അല്ലെ? നമുക്കറിയാം ICU എന്താണ് പേഷ്യന്റ് റേഷ്യോ, പേഷ്യന്റും നേഴ്സും തമ്മിൽ എന്താണ് 1:1 അല്ലെങ്കിൽ 1:2 എന്നുള്ള റേഷ്യോ ഉണ്ട് അല്ലെ? അതേപോലെ വാർഡിലുണ്ട് പേഷ്യന്റ് നേഴ്സും തമ്മിൽ. അങ്ങനെയുള്ള ആ റേഷ്യോ കറക്റ്റ് രീതിയിൽ പാലിക്കാത്തത് അല്ലേ? എന്ത് വരാം? പേഷ്യൻസിന് കിട്ടുന്ന പരിചരണത്തിൽ അല്ലെ ഡിലേ ഒക്കെ സംഭവിക്കാലോ. കറക്റ്റ് പേഷ്യന്റിന്റെ അളവില് റേഷ്യോയില് നഴ്സുമാരില്ലെങ്കിൽ പേഷ്യൻസിന് കിട്ടേണ്ട പരിചരണത്തിൽ ഡിലേ സംഭവിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയോ? അത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. ICN നഴ്സ് ഇൻഫെക്ഷൻ കൺട്രോളും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ്? അത് നോക്കുന്നത് ICN നേഴ്സ് ആണ്. എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ICN എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. IPD ഇൻസിഡന്റ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ. എന്താണ്? ബ്ലഡ് കൊണ്ടോ അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് അല്ലെ? ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ സമ്പർക്കം വന്ന എന്തെങ്കിലും ഇൻസിഡന്റുകൾ എന്തായിരിക്കും? ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ എക്സ്പോസർ വന്ന് നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഇൻസിഡന്റുകളാ. HIV പഠിച്ചപ്പോ പഠിച്ചല്ലോ. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പഠിച്ചപ്പോ ഇൻഫെക്ഷൻസ് അല്ലേ? ഇൻഫെക്ഷൻസ് ആണോ? ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അല്ലെ? ഇൻഫെക്ഷൻസ് അല്ലെ? അപ്പൊ എന്താണ്? ബ്ലഡിൽ കൂടിയോ അല്ലെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായോ സമ്പർക്കം വന്ന് എന്താണ് IPDയില് ഇൻഫെക്ഷൻ ഡിപ്പാർട്ട്മെന്റില് എന്തെങ്കിലും ഇൻസിഡൻസുകൾ ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയത്? അതേപോലെ എന്താണ് IPDയിൽ പറയുന്നത് പോലെ എന്താണ് OPDയിലും പറയുന്നുണ്ട്. എന്താണ്? ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ. എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും രോഗികളുമായി ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ എന്താണ് സമ്പർക്കം പുലർത്തി എന്തെങ്കിലും ഇൻസിഡന്റിൽ സംഭവങ്ങൾ റിപ്പോർട്ട്, അതായത് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, IPD ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ? എന്താണ്? നീഡിൽ സ്റ്റിക്കുമായി എന്താണ് നമ്മുടെ നീഡിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് പരിക്കുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ? എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ IPDയില് ഒരു പേഷ്യന്റിന് 2 or 3 ഇഞ്ചക്ഷൻ ഉണ്ട്. 3 ദിവസം തുടർച്ചയായി ചെയ്യണമെങ്കിൽ ക്യാനുല അവരുടെ കൈമ ഫിറ്റ് ചെയ്യും അല്ലെ? ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവോ ക്യാനുല? അപ്പൊ ചിലപ്പോ എന്താണ് അതിലെന്തെങ്കിലും വേരിയേഷൻസ് സംഭവിച്ചാൽ അവർക്ക് മുറിവ് സംഭവിക്കാം അല്ലെ? ഒരുപാട് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അതല്ലെങ്കിൽ എന്താണ് അവരെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ എന്താണ് ബ്ലഡ് എടുക്കുന്ന സമയത്തോ എന്താണ് സൂചിയുമായി ബന്ധപ്പെട്ട് അല്ലെ നീഡിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിക്കുകൾ ഇഞ്ചുറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ അല്ലേ? ഇതൊക്കെ മിസ് പറഞ്ഞാണ്. നെക്സ്റ്റ്, OPD ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതേപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ നീഡിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് അപകടങ്ങള് പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് ഫോൾസ് അല്ലെ? ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസിന് ആർക്കെങ്കിലും വീഴ്ചകൾ എന്താണ് സ്ലിപ്പായിട്ടോ അതല്ലെങ്കിൽ തട്ടി വീഴുക അല്ലെ? അല്ലെങ്കിൽ എന്താണ് ബാത്റൂമിൽ തെന്നി വീഴുക, പല രീതിയിൽ വീഴ്ചകൾ സംഭവിക്കാം അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നു. നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ബെഡ് സോർ per 1000 patient days അല്ലെ?
മിസ് ഇത് പറഞ്ഞാണ് എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എന്താണ് പേഷ്യൻസിലെ ബെഡ് സോർ അല്ലെ, ഇതാണ് സ്കിന്നിലെ ഇൻഫെക്ഷൻസ് വരുന്നതല്ലേ. ബെഡിൽ തുടർച്ചയായി കിടക്കുമ്പോ എന്ത് വരും, ചില പേഷ്യൻസിന്റെ എന്താണ് സ്കിന്ന് പൊട്ടും അല്ലെ, പൊട്ടും. ചിലവർക്ക് എന്താണ് ഇങ്ങനെ എന്താണ് റെഡ് കളറിൽ ഇങ്ങനെ കൊമ്മള പോലെ വരാറുണ്ടോ, നമ്മ പൊള്ളുമ്പോ വരില്ലേ കൊമ്മള പോലെ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ്, അപ്പൊ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ക്ലോട്ടിങ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ, പല സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബെഡ് സോറുകൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം പേഷ്യൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതിൽ പറയുന്നത് എന്താണ്, ബെഡ് സോർ 1000 പേഷ്യന്റ് ഡേയ്സ്, 1000 പേഷ്യൻസ് ഡേയ്സിൽ എത്ര പേഷ്യൻസിന് ഇങ്ങനെയുള്ള ബെഡ് സോർ അല്ലെങ്കിൽ അൾസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. കത്തീറ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് പേഷ്യൻസിന് ചിലപ്പോൾ യൂറിൻ പോവാനായിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബ്ലാഡറിന് എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ യൂറിൻ പോവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എന്താ കത്തീറ്റേഴ്സ് ഇടും അല്ലെ, യൂറിനൽ കത്തീറ്റേഴ്സ് ഇടും. അപ്പൊ അങ്ങനെ യൂറിനൽ കത്തീറ്റേഴ്സുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് എത്ര ഉണ്ട്? നെക്സ്റ്റ് എന്താണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലേ. ഇപ്പൊ നമ്മ പറയുന്ന കാര്യങ്ങൾ ഇൻഫെക്ഷൻ കൺട്രോളിലല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ഇൻഫെക്ഷൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാട്ടാ. കത്തീറ്റേഴ്സ് അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് റേറ്റ് അല്ലെ, അതെന്താണ് ഇൻഫെക്ഷൻ ആണോ? ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് അല്ലെ, അത് ഇൻഫെക്ഷൻ അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ, ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആണോ, ഇൻഫെക്ഷൻ ആണോ? അപ്പൊ എന്താണ് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് എന്താണ് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ, എന്താണ് നമ്മുടെ ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് നേരിട്ട് ഇൻജെക്ഷൻസ് കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ബ്ലഡ് എടുക്കുന്ന സമയത്ത് അല്ലെ എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയത്? ഒരാളിൽ ഉപയോഗിച്ച സിറിഞ്ച് അല്ലെ, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരും. നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് കുത്തുമ്പോ സിറിഞ്ച് കുത്തുമ്പോ അല്ലേ. അപ്പൊ എന്താണ് അതുമായി സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് എത്ര ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ, എന്താണ് സർജറി കഴിഞ്ഞ് ആ ഭാഗത്ത് അല്ലെ, എവിടെയാണോ സർജറി നടന്നത് ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് വന്നിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡന്റുകൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? നമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് ICU or emergency, nursing educator ICU, emergency educator ICU അല്ലെ. ICUയിലെയും എമർജൻസിയിലെയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ICUയിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICU ആണ്, അതല്ലെങ്കിൽ എമർജൻസിയിലെ എമർജൻസി എഡ്യൂക്കേറ്റർ ആയിക്കോട്ടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ടൈപ്പ് ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ. എമർജൻസി പേഷ്യന്റിനെ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട് അല്ലെ. ഒരു എന്താണ് നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ആക്സിഡന്റുമായി ഒരു ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാല് അവരെടുത്ത് ചോദിക്കാറുണ്ടോ ആ പേഷ്യന്റിനെ കുറിച്ചൊരു വിവരങ്ങളെ ചോദിക്കാറുണ്ട് അല്ലെ. എന്ത് പറ്റിയാണ് അല്ലെ, എങ്ങനെയാണ് അപകടം നടന്നത് അല്ലെ, എങ്ങനെയാണ് അപകടം നടന്നത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാറല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി ആ പേഷ്യൻസിന് എത്ര സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ് എന്താണ് റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് അല്ലെ. മിസ് നേരത്തെ പറഞ്ഞാണ് അല്ലെ. ബുധനാഴ്ച എന്താണ് ഒരു പേഷ്യന്റിനെ
അബ്ഡോമിൻ പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുവരാണ്. എന്നിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ ഹെൽത്ത് ഓക്കെ ബെറ്റർ ആയി കഴിഞ്ഞാൽ അവര് പറഞ്ഞയച്ചിട്ട് എന്താണ് 72 മണിക്കൂർ എത്തുന്നതിന് മുമ്പ് എന്താ ആ സെയിം പ്രോബ്ലം അല്ലെ, അബ്ഡോമിൻ പെയിൻ ആണെങ്കിൽ അബ്ഡോമിൻ പെയിൻ തന്നെയായിട്ട് തിരിച്ചു കൊണ്ടുവരാണ്. അങ്ങനെയുള്ള എത്ര കേസുകൾ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് റീഇൻറ്റുബേഷൻ റേറ്റ്. റീഇൻറ്റുബേഷൻ ഇൻറ്റുബേഷൻ എന്നാൽ എന്താ? എന്തിനു വേണ്ടിയാ ട്യൂബ് ഇടുന്നത്? ട്യൂബ് ഇടുക എന്തിനു വേണ്ടിയാ ട്യൂബ് ഇടുന്നത്? ഇൻറ്റുബേഷൻ. ഇപ്പൊ അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ എന്താണ് റീജിയണൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന് ബ്രീത്തിങ്ങിന് വേണ്ടി ട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ടോ? അവരെ എയർവേ ഓപ്പൺ ചെയ്ത് ബ്രീത്തിങ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ടോ? അനസ്തേഷ്യ പഠിച്ചില്ലേ? അനസ്തേഷ്യ പഠിച്ചില്ലേ നിങ്ങൾ? 3 ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട് അല്ലെ? റീജിയണൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ, പിന്നെ എന്താണ് ലോക്കൽ അനസ്തേഷ്യ അല്ലെ? ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഡെന്റിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു പല്ലാണെങ്കിൽ ആ പല്ലിന്റെ അടിയിൽ അവിടെ മാത്രം അല്ലെ? അപ്പൊ അതിന് വേണോ അനസ്തേഷ്യ കൊടുക്കണോ? അതിന് ലോക്കൽ അനസ്തേഷ്യ ചെയ്യുമ്പോ സോറി ഇൻറ്റുബേഷൻ കൊടുക്കണോ? വേണ്ട. നമ്മ എന്താണ് റീജിയണൽ അനസ്തേഷ്യ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ ചെയ്തതിനു ശേഷം എന്താണ് പേഷ്യൻസിന് ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് ഇൻറ്റുബേഷൻ കൊടുക്കാറുണ്ട് അല്ലെ? അവരെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്യൂബ് ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ട്യൂബ് ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞ് അവർ ആ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയി അവര് ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ട്യൂബ് റിമൂവ് ചെയ്യോ? ട്യൂബ് റിമൂവ് ചെയ്യും അല്ലേ? ആ ട്യൂബ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വീണ്ടും അവർക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരില്ലേ? ബ്രീതിങ്ങിന് എന്തെങ്കിലും ഡിഫിക്കൽട്ട് വരുമ്പോ നമ്മ വീണ്ടും ട്യൂബ് ഇടേണ്ടി വരും അല്ലെ? റീഇൻറ്റുബേഷൻ ചെയ്യേണ്ടി വരും അല്ലെ? അതിനെയാണ് റീഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ എത്ര സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇൻസിഡൻസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് നോക്കിയേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ or anesthesia. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഓഫ് ടി ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത്. ഫസ്റ്റ് പറയുന്നത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ അല്ലെ? അനസ്തേഷ്യ പ്ലാനിലെ മോഡിഫിക്കേഷൻസ് പരിഷ്കാരങ്ങൾ നടത്താം. എന്തായിരിക്കും അനസ്തേഷ്യ പ്ലാനിൽ പരിഷ്കാരങ്ങൾ നടത്തുന്നത്? എന്താണ്? ഇപ്പൊ ആ ഡോക്ടർ സർജറി ചെയ്യുന്നതിന് മുമ്പ് പേഷ്യന്റിന്റെ അടുത്ത് പറയാലോ ജനറൽ അനസ്തേഷ്യ ആണ് ചെയ്യേണ്ടത് അല്ലെ? പറയാറുണ്ടോ? ജനറൽ അനസ്തേഷ്യ ആണ് ചെയ്യേണ്ടത് അല്ലെ? പക്ഷെ ആ സർജറിയുടെ സമയത്ത് മാറ്റാണ്. ജനറൽ അനസ്തേഷ്യ ആയിട്ടില്ല റീജിയണൽ ചെയ്യണമെന്ന് പറഞ്ഞ് മാറ്റുമല്ലോ, ചേഞ്ച് ചെയ്യാമല്ലോ ചില സമയത്ത് ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനിലെ മോഡിഫിക്കേഷൻസ് പരിഷ്കാരങ്ങൾ എത്ര പെർസെന്റേജ് ആണ്? എന്നിട്ട് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് ചിലപ്പോ എന്താണ് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരാം അല്ലെ? ചിലപ്പോ പേഷ്യൻസിന്റെ എന്താണ് അനസ്തേഷ്യയുടെ ഡോസ് കൂടി പോവുക അല്ലെ?
അപ്പൊ നമുക്കറിയാം ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ടല്ലേ അനസ്തേഷ്യ കൊടുക്കുന്നത് പേഷ്യൻസിന്, ആണോ? അപ്പൊ ചിലപ്പോ എന്താണ് അതിലെന്തെങ്കിലും വേരിയേഷൻസ് അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ, അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോ ആ ഡോക്ടറിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് കുറവോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചോ അല്ലെ. അപ്പൊ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് വെന്റിലേഷൻ, എത്ര പേഷ്യൻസിന് വെന്റിലേഷൻ നൽകേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിന് പ്രതികൂലമായിട്ടുള്ള അല്ലെ അൺഫേവറബിൾ ആയിട്ടുള്ള എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ചിലപ്പോ എന്താണ് പേഷ്യൻസ് അൺകോൺഷ്യസ് ലെവലിലേക്ക് പോവാ അല്ലെ, അല്ലെങ്കിൽ അവരെ BP ഷൂട്ട് ചെയ്യാ അല്ലെ. BP ഷൂട്ട് ചെയ്തൂടെ? ഒരു വിജയിന്റെ ഒരു സിനിമയിൽ കാണിക്കുന്നില്ലേ, വെട്രിമാരത, അങ്ങനെ എന്തോ ഒരു സിനിമ, ചിങ്സ് ആയിട്ട്, ചിങ്സ് അല്ല ട്രിപ്പിൾ ആയിട്ട് അല്ലേ, അതിൽ കാണിക്കുന്നില്ല ആ ഡെലിവറിയുടെ സമയത്ത് ആ കൊടുക്കുന്ന അനസ്തേഷ്യ കൂടിപ്പോയത് കൊണ്ട് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് വെട്രിമാരൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് പല സംഭവങ്ങളും സമയം ചിലപ്പോ അവരെ BP ഷൂട്ടായി പോവാം അല്ലെ, ഒരുപാട് കൂട്ടിപ്പോകാം. നിത്യമേനോൻ, ഓക്കെ. അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഹെൽത്ത് ഡിഫക്റ്റുകൾ സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. ചിലർക്ക് എന്താണ് അനസ്തേഷ്യ കൂടിപ്പോയാൽ മരണം സംഭവിക്കാലോ, ഡോസ് കൂടിപ്പോയാല്. അപ്പൊ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT അല്ലെ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അൺപ്ലാൻഡ് ആയിട്ടുള്ള റിട്ടേൺ അല്ലെ. ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ വിടും അല്ലേ, കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും ചിലപ്പോ ഒരു മാസം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പക്ഷെ പേഷ്യൻസിന് വീട്ടിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് തിരിച്ചു വരും ഹോസ്പിറ്റലിലേക്ക്, പറയുന്ന സമയത്തിന് മുമ്പ് തന്നെ തിരിച്ചു വരും അല്ലേ, അൺപ്ലാൻ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അൺപ്ലാൻഡ് റിട്ടേൺ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരവ് എന്തെങ്കിലും കേസുകൾ സംഭവിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ് എന്തെങ്കിലും റീഷെഡ്യൂളിംഗ് ചെയ്തിട്ടുണ്ടോ അല്ലെ, പറഞ്ഞ ഡേറ്റിൽ നിന്ന് മാറി വേറൊരു ദിവസത്തേക്ക് വെക്കുക, അങ്ങനെ എന്തെങ്കിലും റീഷെഡ്യൂളിംഗ് നടന്നിട്ടുണ്ടോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് വേർ ദ ഓർഗനൈസേഷൻസ് പ്രൊസീജിയേഴ്സ് ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, wrong patient and wrong surgery has been adhered to അല്ലെ. ഇത് മിസ് പറഞ്ഞാണ് എന്താണ് ഓർഗനൈസേഷനിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹോസ്റ്റൈൽ ഇവന്റ്സുകൾ അല്ലെ, വിരുദ്ധമായ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. എന്ത് വിരുദ്ധ സംഭവങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ റിപ്പോർട്ട് ചെയ്യുന്നത്? ഹോസ്റ്റൈൽ ഇവന്റ്സ് എന്തൊക്കെയാണ്? റോങ് സൈറ്റിൽ സർജറി ചെയ്യാം അല്ലെ, തെറ്റായ സ്ഥലത്ത് സർജറി ചെയ്യാം, വേറെ പേഷ്യൻസ് മാറിപ്പോവാ അല്ലെ, പേഷ്യൻസ് അൺകോൺഷ്യസ് ആകും, പേഷ്യന്റ് മാറിപ്പോവാലോ, പേഷ്യന്റ് മാറിപ്പോവാ അല്ലെ. പിന്നെന്താണ് സർജറി, റോങ് സർജറി നടത്താം അല്ലെ. അങ്ങനെയുള്ള പല കേസുകളും സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, percentage of cases who received suitable prophylactic antibiotics within the specific time frame. ആ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ ആന്റിബയോട്ടിക്സ് അല്ലെ, പ്രതിരോധ മരുന്നുകൾ ആന്റിബയോട്ടിക്സുകൾ എത്ര പേർക്ക് നൽകിയിട്ടുണ്ട് അല്ലെ, കറക്റ്റ് രീതിയിൽ എത്ര പേർക്ക് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് കേസസ് in which the planned surgery is altered intra operative അല്ലെ. എന്താണ് പ്ലാനഡ് ആയിട്ടുള്ള സർജറീസ് എന്തെങ്കിലും ഓൾട്ടേർഡ് ചെയ്തിട്ടുണ്ടോ അല്ലെ, എന്താണ് പറയാതെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കേസുകൾ. നെക്സ്റ്റ്, റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുക,
OT-യിൽ എങ്ങനെയായിരിക്കും സൂക്ഷ്മ പരിശോധന നടത്തുന്നത്, റീ എക്സ്പ്ലോറേഷൻ നടത്തുന്നത്? ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻസ് പോയി കഴിയുമ്പോൾ ചിലപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ആ സർജറി ചെയ്ത ഭാഗത്ത് നിന്ന് ബ്ലീഡിങ് വരും. അതല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഹോസ്പിറ്റലിലേക്ക് വരും അല്ലെ? തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് സൂക്ഷ്മ പരിശോധന നടത്തും, രണ്ടാമത് സ്കാനിങ് നടത്തും അല്ലെ? സ്കാനിങ് നടക്കും, അല്ലെങ്കിൽ സർജറി ചെയ്ത ഭാഗം റീ ഓപ്പൺ ചെയ്തൊക്കെ നോക്കാറുണ്ടോ? റീ ഓപ്പൺ ചെയ്തൊക്കെ നോക്കാറില്ല. അങ്ങനെ എന്താണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. അങ്ങനെ സൂക്ഷ്മ പരിശോധന നടത്തി ഏതെങ്കിലും ഒരു കേസുകളിൽ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകളിൽ ഇങ്ങനെയുള്ള സൂക്ഷ്മ പരിശോധന നടത്തേണ്ടി വന്നിട്ടുണ്ടോ? നെക്സ്റ്റ് OT യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? മിസ് ഇത് ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത് കാരണമാണ് കേട്ടാ. പറയുന്ന കാര്യങ്ങൾ അധികം സ്ട്രെസ് ചെയ്യാണ്ടും പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ മിസ് പറയുന്നത്. രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടാ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലാബ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതെല്ലാമാണ്? അത് നോക്കുന്നത് ആരാ? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെ? ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ 1000 ടെസ്റ്റുകൾ നടത്തിയതിൽ എത്ര എറേഴ്സ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ നമ്പർ നോക്കുന്നുണ്ട്. റേറ്റ്സ് ഓഫ് റീഡൂസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത് ചെയ്യാം അല്ലെ? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് എത്ര സമയം കൊണ്ട് ക്ലോട്ട് ചെയ്തു എന്നൊക്കെ നോക്കൂലേ? ക്ലോട്ട് ചെയ്യുന്ന സമയമൊക്കെ നോക്കൂലേ? അവര് ടെസ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അതാ കറക്റ്റ് ബ്ലഡ് എടുത്ത ഒരു സെക്കൻഡ്, വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമ്മൾ ആ ബ്ലഡ് കൊണ്ട് കൊടുക്കണോ? ലാബില് എത്തിക്കണോ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ വീണ്ടും ചെയ്യേണ്ടി വരും അല്ലെ? അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാം, ഇപ്പൊ നമുക്കറിയാം ബ്ലഡ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും ഓരോ ടെസ്റ്റിനും ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നില്ലേ? സെല്ലുകളാണെങ്കിലും നമുക്കറിയാം അല്ലെ? നല്ല സെല്ലാണെങ്കിൽ ടെസ്റ്റ് ചെയ്യണേ നല്ല സെല്ല് കിട്ടണം അല്ലെ? പെർഫെക്റ്റ് ആയിട്ടുള്ള സെല്ല് കിട്ടണം. അതല്ല എന്താണ്? ബ്ലഡ് അല്ല, ബ്ലഡോ യൂറിൻ ആണെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ട് അല്ലെ? അത്രയും ക്വാണ്ടിറ്റിയിലെങ്കിൽ അവർക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുമോ? രണ്ടാമത് വീണ്ടും ചെയ്യേണ്ടി വരും അല്ലെ? അവര് സെല്ലിന് ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ നല്ല ടിഷ്യൂ അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയില്ല. റേറ്റ് ഓഫ് റീഡൂസ്, എത്ര ടെസ്റ്റുകൾ അവർ രണ്ടാമത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമത് സാമ്പിൾ എടുക്കുക, അതല്ലെങ്കിൽ വീണ്ടും സാമ്പിൾ എടുത്ത് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരില്ലേ? രണ്ടാമത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ്, രണ്ടാമത് സാമ്പിൾ എടുത്ത് രണ്ടാമത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കേട്ടാ. പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ടിംഗ് റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാ? ബ്ലഡ്, യൂറിൻ, സെല്ല് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാനാണോ? ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ എന്താണ്? ഡയഗ്നോസിസ് ചെയ്യാനല്ലേ? രോഗനിർണയം നടത്താനല്ലേ? രോഗം കണ്ടുപിടിക്കുക അല്ലെ? രോഗനിർണയം നടത്താൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ നോക്കി, പെർസെന്റേജ് ഓഫ് അപ്പൊ എന്ത് വേണം? നമ്മുടെ ലബോറട്ടറിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം? രോഗനിർണയം നടത്താൻ പറ്റിയതായിരിക്കണം അല്ലെ? പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ?
ആക്യുറേറ്റ് ആയിരിക്കണം, പരസ്പര ബന്ധമുള്ളതായിരിക്കണം അല്ലേ അല്ലേ. അപ്പൊ എന്താ പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് എത്ര ലാബ് റിപ്പോർട്ട്സുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്? ക്ലിയർ ആയോ? ക്ലിനിക്കൽ ഡയഗ്നോസിസ്, എന്താണ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എത്ര ലാബ് റിപ്പോർട്ടുകൾ ശരിയായ രീതിയിൽ നൽകിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ് അല്ലെ. എന്താണ് നമുക്കറിയാം, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? PPE കിറ്റുകൾ അല്ലെ, കെമിക്കൽ റെസിസ്റ്റൻസ് ഗൗൺസുകൾ ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഗ്ലൗസുകള്, മാസ്കുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എത്ര പേര് കറക്റ്റ് രീതിയിൽ അഡ്ഹറൻസിൽ പാലിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഫാർമസിയിലെ ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. അത് ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ. പ്രിസ്ക്രിപ്ഷൻ എറർ എന്താണ് നിങ്ങൾക്കറിയാം? പറഞ്ഞൊന്ന് ക്ലാസ് പറ. പ്രിസ്ക്രിപ്ഷൻ എറർ തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ, പറഞ്ഞേ. പ്രിസ്ക്രിപ്ഷൻ എറർ റൈറ്റിംഗില് വരാം, പിന്നെ എന്തില് വരാം? അബ്രിവേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് വരാം അല്ലെ. പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോ സംഭവിക്കാം അല്ലെ. ഡോസിന് സംഭവിക്കോ? അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ എററില് തെറ്റുകൾ സംഭവിക്കാം. പിന്നെ എന്താണ് ഡിസ്പെൻസിങ് എറർ? ഡിസ്പെൻസിങ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ മെഡിസിൻ വിതരണം ചെയ്യാം അല്ലെ. റോങ് മെഡിസിൻ കൊടുക്കുക അല്ലെ. ഇപ്പൊ എന്താണ്, ഒരുപാട് തിരക്കൊക്കെ വരുമ്പോ അവർ പെട്ടെന്ന് എടുത്തു കൊടുക്കും അല്ലെ, കറക്റ്റ് രീതിയിൽ വായിച്ചു നോക്കാതെയൊക്കെ. ചിലപ്പോ ആ മെഡിസിൻ കാണുമ്പോ തന്നെ അവരെടുക്കും. ചിലപ്പോ എന്താണ്, ഡോസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പാരസെറ്റാമോൾ അല്ലെ, 500 ഉണ്ട്, 650 ഉണ്ട്, അതേപോലെ എന്താണ് പെന്റാസിഡ് ഉണ്ട് അല്ലെ. അങ്ങനെ എല്ലാ ഗുളികകൾക്കും നമുക്ക് എന്തുണ്ട്? ഡോസ് ഉണ്ടോ? 50 mg 20 mg എന്നൊക്കെ പറഞ്ഞ ഡോസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കാലോ പെട്ടെന്ന് എടുത്തു കൊടുക്കുമ്പോ. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിൽ സംഭവിക്കാം. അപ്പൊ പല രീതിയിൽ എന്താണ് ഡിസ്പെൻസിങ് എറർ, വിതരണത്തില് തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ എന്താണ്, ചില മെഡിസിനുകൾ തന്നെ 1-2 ലെറ്റേഴ്സിൽ വ്യത്യാസമുള്ളതുണ്ട് അല്ലെ. ഹോസ്റ്റൈലിന് പറഞ്ഞുതരാം, വിരുദ്ധമായിട്ടുള്ള ഹോസ്റ്റൈൽ ഇന്ററാക്ഷൻ. ക്ലിയർ ആയോ? ഇത് ഈ ബ്ലഡ് കോട്ട് ചെയ്യാനായിട്ട് ഹാർട്ട് പേഷ്യൻസ് ഒക്കെ കഴിക്കില്ലേ, ബ്ലഡ് കോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്? കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? ബ്ലഡ് കോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻസ്, അത് തന്നെ പലതരത്തിലുണ്ട്. ഡോസ് കൂടിയതുണ്ട്, ഡോസ് കുറഞ്ഞതുണ്ട്, അതിന്റെ ചിലതിൽ 2 ലെറ്റേഴ്സ് മാത്രം വ്യത്യാസമുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് എടുത്തു കൊടുക്കുന്ന സമയത്ത് വ്യത്യാസങ്ങൾ സംഭവിക്കാം അല്ലെ, എറർ സംഭവിക്കാലോ മിസ്സിന്റെ പേര്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് തെറ്റുകൾ, ഡിസ്പെൻസിങ് വിതരണം ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കുക. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ അല്ലെ. എന്താണ്, മരുന്ന് കഴിച്ചത് കൊണ്ട് പേഷ്യൻസിന് എന്താ റിയാക്ഷൻസ്, വിരുദ്ധമായ റിയാക്ഷൻസ്, അലർജി ആവാം അല്ലെ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കാലോ. ചിലപ്പോ ചില പേഷ്യൻസ് കുഴഞ്ഞു പോവാം അല്ലെ, കുഴച്ചില് വരാം, വൊമിറ്റിങ് വരാം, പെയിന് വരാം അല്ലെ, അബ്ഡോമിൻ പെയിന് വരാം. ചിലർക്ക് എന്താണ്, ഇങ്ങനെ അലർജി പോലെ തടിച്ചു പൊന്തും അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നോക്കിയേ, ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. ADR അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ per 100 discharge that include gamma, abscent and deaths. എന്താണ് 100 ഡിസ്ചാർജില് ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ 100 ഡിസ്ചാർജില് എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഈ 100 ഡിസ്ചാർജില് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾപ്പെടുന്നുണ്ട്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉൾപ്പെടുന്നുണ്ട്. അബ്സെന്റ് എന്ന് പറഞ്ഞാൽ പറയാതെ പോകൂലേ? ഇപ്പൊ ചില പേഷ്യൻസ് അഡ്മിറ്റ് ആക്കിയിട്ട് ഒളിച്ചോടാന്നൊക്കെയാണ്. പക്ഷെ ഒളിച്ചോടാന്ന് പറയാതെ പോയില്ലേ? ആ ഡോക്ടറോട് പറയാതെ അവരെന്ത് ചെയ്യും? പോവും. അപ്പൊ അങ്ങനെയുള്ള ആക്സിഡന്റുകള്, ഡെത്തുകൾ സംഭവിക്കാം അല്ലെ? ചില പേഷ്യൻസിന് മരണം സംഭവിച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യാലോ. രണ്ടും ഒന്ന് തന്നെയാണ്, ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസും. അപ്പൊ അങ്ങനെയുള്ള കേസുകള് ഈ 100 ഡിസ്ചാർജില് എത്ര ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്താ അതിന്റെയൊക്കെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. 100 ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ അതിൽ എത്ര പേർക്ക് എന്താണ് ഡ്രഗ് റിയാക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്? ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ക്ലിയർ ആയോ അത്? Next, percentage of medication in charts with error-prone abbreviation. തെറ്റായ രീതിയിൽ abbreviations error എത്ര സംഭവിച്ചിട്ട് മെഡിക്കേഷൻസ് എഴുതിയപ്പോൾ മെഡിക്കേഷൻ ചാർട്ടിൽ എത്ര അബ്രിവിയേഷന്റെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്? ഇപ്പൊ എന്താണ് പാരസെറ്റാമോൾ PCM എഴുതേണ്ടത് PCV എഴുതാം അല്ലെ? അങ്ങനെയുള്ള എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്? ഓരോ മെഡിസിനും ഒരു അബ്രിവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എത്ര തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ചില ഹൈ റിസ്ക് മെഡിസിനുകൾ യൂസ് ചെയ്യുമ്പോൾ, പേഷ്യൻസ് കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് വരാനോ അഡ്വേഴ്സ് റിയാക്ഷൻ. ഇപ്പൊ ഈ ക്യാൻസർ ഒക്കെ വരുന്ന പേഷ്യൻസിന് നമ്മൾ റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്യില്ലേ? അപ്പൊ ചില പേഷ്യൻസിന്റെ ബോഡി ഒക്കെ വീക്ക് ആയിരിക്കും അല്ലെ? ചിലപ്പോ കുറച്ച് ഏജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബോഡി ഭയങ്കര വീക്ക് ആണെങ്കിൽ അവർക്ക് നമ്മൾ ഈ റേഡിയേഷനും കീമോ ഒന്നും ചെയ്യില്ല. അവർക്ക് പകരം മെഡിസിനും ഇഞ്ചക്ഷൻ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അത് നല്ല ഡോസ് ഉള്ളതായിരിക്കും അല്ലെ? ഡോസ് ഉള്ളതായിരിക്കോ? അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ പേഷ്യൻസിന് എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കുക, അഡ്വേഴ്സ് ആയിട്ടുള്ള, ചിലർക്ക് എന്താണ് ഷിവറിങ് വരും, ഭയങ്കരമായിട്ട് പേരയ്യല വരും, അല്ലെങ്കിൽ ഫിക്സ് വരും, അല്ലെങ്കിൽ പനി വരും, അല്ലെങ്കിൽ വോമിറ്റിങ് വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയത്? ഹൈ റിസ്ക് മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത്, പേഷ്യൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് ആർക്കെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെ, പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ ഒബ്റ്റെയിൻഡ് ബൈ ലോക്കൽ പർച്ചേസ് അല്ലെ? എന്താണ് ഏതെങ്കിലും ഡ്രഗ്സുകളോ അല്ലെങ്കിൽ കൺസ്യൂമർ ഉപയോഗ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ലോക്കൽ പർച്ചേസ് നടത്തിയിട്ടുണ്ടോ അല്ലെ? അധികം ക്വാളിറ്റി ഇല്ലാത്ത അല്ലെ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? എമർജൻസി മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ട് ആവുക അല്ലെ? ആണോ? ഇതിൽ പറയുന്നത് എന്താണ്? എമർജൻസി മെഡിസിനുകളോ മറ്റു മെഡിസിനുകളോ അല്ലെ, മറ്റ് മെഡിസിനുകളുടെ സ്റ്റോക്ക് തീർന്നു പോകുക. ഇപ്പൊ നമ്മൾ ഫാർമസിയിലാണല്ലേ, ഫാർമസിയിലെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ പറയുന്നത്. അപ്പൊ എന്താ, ഫാർമസിയിലെ മരുന്നുകൾ സ്റ്റോക്ക് തീർന്നു പോകാൻ പാടുണ്ടോ? മെഡിസിനുകള് ഇല്ല. അപ്പൊ എന്താണ്, എമർജൻസി ഡ്രഗ്സുകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിസിനുകളുടെ സ്റ്റോക്ക് ഔട്ട് ആയി പോവുക. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് കൺസ്യൂമബിൾ ഡ്രഗ്സ് റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN. നമ്മ GRN എന്ന് പറഞ്ഞാല് ഗുഡ് റെസിപ്റ്റ് നോട്ട്.
ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാല് നമ്മ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ, ഗുഡ്സുകള്. ഇവിടെ എന്താണ് മെഡിസിൻ, ഫാർമസിയിലാവുമ്പോ മെഡിസിനുകളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് മരുന്നുകളൊക്കെ റിസീവ് ചെയ്തതിന് ശേഷം തയ്യാറാക്കുന്ന ഡോക്യുമെന്റ് ആണ് ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് മരുന്നുകളൊക്കെ കസ്റ്റമർ വാങ്ങിയ ശേഷം, അതായത് ഫാർമസി വാങ്ങിയതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഇല്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം എന്താണ് അവര് വാങ്ങിയ ഡ്രഗ്സുകളൊക്കെ എന്താണ് പ്രൊഫ്യൂസ് ചെയ്യുക, നിരസിക്കുക. ചിലപ്പോ അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ഇല്ല, ക്വാളിറ്റി ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവര് റിട്ടേൺ കൊടുക്കും അല്ലെ, സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാ? ഇവര് കറക്റ്റ് രീതിയിൽ സപ്ലയേഴ്സിന് ചൂസ് ചെയ്യാത്തത് കൊണ്ടല്ലേ, സെലക്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകള്, സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം ദ പ്രൊക്വയർമെന്റ് പ്രോസസ്. എന്താണ് പ്രൊക്വയർമെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാല്, മരുന്നുകൾ നമ്മൾ സ്റ്റോറേജ് ചെയ്യുമല്ലോ ഫാർമസിയില്. നമ്മ പർച്ചേസ് ചെയ്ത എല്ലാ മരുന്നുകളും നമ്മ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കൊടുക്കും. പർച്ചേസ് ചെയ്ത എല്ലാ മരുന്നുകളും സംഭരണം, ഓക്കെ, സ്റ്റോർ ചെയ്ത എല്ലാ മരുന്നുകളും കൊടുക്കോ? ഇല്ല അല്ലെ, കുറച്ച് മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ അതിൽ പല രീതിയിൽ വേരിയേഷൻസ് സംഭവിക്കാമല്ലോ, വ്യത്യാസങ്ങള്. അപ്പൊ അങ്ങനെയുള്ള വേരിയേഷൻസ് എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ പറഞ്ഞ എന്താണ് ഫാർമസി പ്രോബ്ലംസ് എന്നാണ് അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പഠിച്ചോ ഫാർമസിയിലെ? പഠിച്ചോ? അതേപോലെ എന്താണ്, അപ്പൊ നമുക്ക് തെഫ്റ്റ് അല്ലെ, കളവ് സംഭവിച്ചാല് ഷോർട്ടേജ് വരാലോ, അവര് സ്റ്റോർ ചെയ്താല് ഷോർട്ടേജ് വരാലോ. പിന്നെന്താണ്, ഇവര് ശ്രദ്ധിക്കാതെ ഓരോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ICUലേക്ക്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവര് മരുന്നുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, ഡിസ്പെൻസ് ചെയ്യണോ, വാർഡിലേക്ക് വേണ്ടേ? അങ്ങനെയുള്ള സമയത്ത് ഇവര് കറക്റ്റ് നമ്പർ ചെക്ക് ചെയ്യാണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാല് സ്റ്റോറേജിൽ വേരിയേഷൻസ് വരാലോ. പല രീതിയിൽ വരാട്ടോ. അപ്പൊ മിസ് വെറുതെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് രണ്ടെണ്ണം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും വേരിയേഷൻസ് ഇങ്ങനെ പ്രൊക്വയർമെന്റിലെ സംഭരണ പ്രവർത്തനങ്ങളിൽ നടക്കുക, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. മിസ് ഒന്നടുത്തത് ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാട്ടാ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.